സതീശന്റെയും ത്രിമൂർത്തികളുടെയും അഹങ്കാരത്തിന് പിന്നിൽ നേതാക്കന്മാർ എമർജ് ചെയ്യുന്നവരാണ്, കെട്ടിയിറക്കപ്പെടുന്നവരല്ല എന്ന് തിയററ്റിക്കലി പറയുമെങ്കിലും രാഷ്ട്രീയത്തിൽ ചിലരെ കെട്ടിയിറക്കുന്നത് തന്നെയാണ്. ആര്? തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥ നായകന്മാർ. അവരാണ് യഥാർത്ഥത്തിൽ രാജ്യവും സംസ്ഥാനവും ഒക്കെ ആര് ഭരിക്കണം, ആര് വാഴണം, ആര് വീഴണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അവരുടെ കയ്യിൽ ഒതുങ്ങും എന്ന് തോന്നുന്നവരെ അവർ വളർത്തിക്കൊണ്ടുവരുന്നത് വർഷങ്ങളെടുത്തിട്ടാണ്. ആവശ്യ സമയത്ത് വേണ്ട വെള്ളവും വളവും നൽകി അവരെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നു. അവരെ എല്ലാവിധത്തിലും സംരക്ഷിക്കുന്നു. അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുന്നു. പാർട്ടി സെക്രട്ടറിയായി നടക്കുമ്പോൾ, പ്രതിപക്ഷ നേതാക്കന്മാരായി നടക്കുമ്പോൾ അവരുടെ മക്കളെ വിദേശത്ത് വിട്ടു പഠിപ്പിക്കുവാൻ വേണ്ട സഹായം നൽകുന്നു, വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, വിദേശത്ത് മക്കൾക്ക് താമസ സൗകര്യമടക്കം ചെയ്തു കൊടുക്കുന്നു. അവർ പോലും അറിയാതെ കുടുംബത്തോടെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. പണ്ട് ചിട്ടിപ്പിരിവുമായി ലാബ് സ്കൂട്ടറിൽ നടന്ന സതീശനും ഇപ്പോൾ ഈ ഗണത്തിലായി. പ്രതികരിക്കാത്ത ഒരു നിശബ്ദ പ്രതിപക്ഷമായി കുനിഞ്ഞു നിന്ന് കൊടുക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന പരിധിയില്ലാത്ത സമ്പത്ത്. അടുത്ത ഭരണം വന്നാൽ തങ്ങളുടെ കള്ളക്കമ്പട്ടങ്ങൾക്ക് പറ്റിയത് സതീശനാണെന്ന് തിരിച്ചറിഞ്ഞ് സതീശനെ സഹായിക്കുന്നത് വൻ മാഫിയകൾ. സതീശന്റെയും അനുസാരികളായ ത്രിമൂർത്തികളുടെയും അഹങ്കാരത്തിന്റെ കാരണം ഇതാണ്. മിടുമിടുക്കന്മാരായ യുവനേതാക്കൾ വളർന്നു വന്നാൽ ഇവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ടാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഷാഫിയെയും സന്ദീപ് വാര്യരെയും അടക്കം ഒതുക്കുവാൻ ശ്രമിക്കുന്നത്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണം തുടരുന്നു. എൻ്റെ പേര് തോമസ് ആന്റണി. ഇതിനകത്ത് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂടെ ചെയ്ത, അതുപോലെ തന്നെ തെളിവൊന്നും ഇല്ലാത്തതാണല്ലോ. അപ്പം പെൺപിള്ളേരുടെ ഒന്നും ഒരൊറ്റ കേസ് പോലും വന്നിട്ടില്ലോ കോടതിയിലോ അല്ലെ ഒരു പോലീസ് സ്റ്റേഷനിലോ. അപ്പൊ ഇതൊക്കെ കരുതി കൂട്ടിക്കൊണ്ട് ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടുത്തെ ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇത് വി ഡി സതീശനൊന്നും അടുത്ത പ്രാവശ്യം ജയിക്കാൻ പോകുന്നില്ല. ചെന്നിത്തല അത്രയും പോലും ജയിക്കത്തില്ല. രാഹുലിനെ ക്രൂശിച്ചതിൽ നിങ്ങളുടെ ഒരു വികാരം എന്താ? അത് ഏറ്റവും വലിയ തെറ്റായിപ്പോയെന്നാണ് പറയുന്നത്. കാരണം കോൺഗ്രസിന് ഇതിന്റെ ക്ഷീണം വരുന്നത്. ചെറുപ്പക്കാരെ മുഴുവൻ ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ തല നരച്ചവരെല്ലാം കൂടി ഇരുന്ന് പണിയുന്ന പണി ഭയങ്കരമാണ്. ഇത് എനിക്ക് പിന്നെ ഈ വയനാട് 771 കോടി ഇപ്പൊ പിണറായി വിജയന്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. ആ പൈസ കാര്യം ഈ പ്രതിപക്ഷ നേതാവ് ഒന്നും മിണ്ടുന്ന പോലുമില്ലല്ലോ. അതിനെ വിനിയോഗിക്കുന്നത് എങ്ങനെയാന്ന് പോലും ചോദിക്കുന്നില്ല. ഇതെല്ലാം ഇവർ ഒത്തുകളി ഉണ്ടെന്ന്, ഇതിന്റെ കമ്മീഷൻ കൂടെ മേടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ കമ്മീഷൻ അല്ല, ഷെയർ ഈ പ്രതിപക്ഷ നേതാക്കൾക്ക്. ഇതൊക്കെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളാ. അതിനുള്ള ഒരു ചെറിയ പ്ലാറ്റ്ഫോമാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. കറക്റ്റായിട്ട് ഇവരൊന്നും അടുത്ത ഇലക്ഷൻ നിന്നാൽ, ഈ ഒരു വർഷത്തിനകം വരുന്ന ഇലക്ഷൻ മുതൽ നമുക്ക് നിയമസഭയിലിട്ട് ഇവരെ കിട്ടത്തേ ഇല്ല. ചെന്നിത്തലയും കിട്ടത്തില്ല, ഈ പ്രതിപക്ഷ നേതാവിനും കിട്ടത്തില്ല. എനിക്ക് ഭയങ്കര പ്രശ്നമായി പോയി. ഇവിടെ ജനങ്ങൾ പറയുന്ന, നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് സഹകരിച്ചു പോന്ന, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അതുപോലെ റോഡിലിറങ്ങിയ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ BJP-ക്കാർ പോലും പറയുന്നു, അതുപോലെ ഇടതുപക്ഷം എല്ലാവരും പറയുന്നു, ഇത് അവന്മാരെ കൊലച്ചതിയാ ചെയ്തിരിക്കുന്നു ഈ പ്രതിപക്ഷ നേതാവ്. ഇതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി. നമ്മൾ പ്രതികരിക്കാതിരിക്കുന്ന ശരിയല്ലല്ലോ. പിന്നെ നമുക്ക് ഇങ്ങനെ ഈ ജനങ്ങളുടെ വോട്ട് മാത്രം മതി ഉമ്മാർക്ക്. പിന്നെ നമുക്ക് സംസാരിക്കാൻ അവസരമില്ലല്ലോ. ഈ ചാനലുകാർ പോലും ഒരു ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് യെസ് ഓർ നോ എന്ന് പറയാൻ എവിടെയെങ്കിലും ഒരു അവസരമുണ്ടോ? ഇല്ല. അതാ പറഞ്ഞ, ജനങ്ങളുടെ വോട്ട് മാത്രം മതി, പിന്നെ നമ്മളുടെ അഭിപ്രായം ആർക്കും അറിയണ്ട. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ജനങ്ങൾ ഇതൊക്കെ കുറിച്ച് ഭയങ്കര അമർഷം. കാരണം പാർട്ടി ബേസിൽ ഇവനെയൊക്കെ ജനം കാണുന്നത്. ഈ രാഹുലിനെ, ഷാഫിയെ, അതുപോലെ നമ്മുടെ വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മനൊക്കെ, ഇവരൊക്കെ ഇനി ഇവിടെ വേണ്ടത്. ഞാൻ തമിഴ്നാട്ടിലാണ്. എൻ്റെ വീട് അങ്കമാലിലാണ്. പേര് എൽസി. അത് പാവം പയ്യനല്ലേ. ഈ ഒരു പെണ്ണുങ്ങള് ഇതിനു വേണ്ടി ഒരുമ്പിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ചെക്കൻ നല്ലതുപോലെ ജീവിച്ചു പോട്ടെ. അതിനൊക്കെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താലേ ആ പയ്യന് നന്നായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സങ്കടമാവാണ് ആ ചെക്കനെ പറ്റി ഓർക്കുമ്പോ.
ഞാനിവിടെ വന്നിട്ട് ഇത്ര നാളെങ്കിലും പാലക്കാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവൻ നല്ലതുപോലെ പാലക്കാടുള്ള എല്ലാവർക്കും വേണ്ടി നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. നല്ല കുട്ടിയാണ് അവൻ. അവന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചത്. സതീശൻ എന്ന് പറഞ്ഞാൽ ഒട്ടും തീരെ മോശമാണ് അയാൾ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മക്കളോട് എന്താ മോനെ കാരണം എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അതൊന്നും അറിയില്ല. അവന് കേൾക്കാനുള്ളതൊന്നും കേൾക്കാനുള്ള ഒരു അവസരം കൂടി കൊടുത്തില്ല അയാൾ കൊടുക്കണില്ല. അപ്പൊ പിന്നെ ഇവനെ ശിക്ഷിക്കാൻ എന്ത് അവകാശമുള്ളത്? ശിക്ഷയല്ല ഞാൻ പറയണത്. ശിക്ഷിക്കുന്നത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. പക്ഷെ തെറ്റ് ചെയ്യാതെ ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞു. ഒരു നല്ല ഒരു കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടികള് അങ്ങനെ പെട്ടെന്ന്, ഞാൻ തീരെ പാവപ്പെട്ട വീട്ടിലെ ഒരമ്മയാണ്, 2 മക്കളുടെ അമ്മയാണ്. പക്ഷെ ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്റെ മക്കൾക്കായാലും എന്റെ മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റാന്ന് തന്നെ പറയണം. സതീശൻ ചെയ്തേക്കുന്നത് മുഴുവനും തെറ്റാണ്. അവര് വന്നേപ്പിനല്ലേ ഈ കോൺഗ്രസ് മേലെ വന്നത്. മാങ്കുട്ടം, ഷാഫി, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ, സന്ദീപ് വാര്യര്, ഇവരൊക്കെ വന്നതിന് ശേഷമല്ലേ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയത് കോൺഗ്രസ് പാർട്ടിക്ക്. ഞാൻ കോൺഗ്രസിന്റെ ആൾ തന്നെയാണ്, അല്ലാണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. ഞാൻ കോൺഗ്രസിന്റെ ആളാണ്. പക്ഷെ ഞാൻ പറയണം, ഞാൻ വോട്ട് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് വരണത്. അപ്പോ അതേപോലെ ഭരിക്കുമ്പോ അത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങളൊക്കെ കൂടി എല്ലാവരും നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർ അവര് ജയിപ്പിച്ച് വിട്ടാലേ നമുക്ക്, അവര് മേലെ വന്നാലാ നമ്മളെ പോലെയുള്ളവർക്കൊക്കെ നാളെ നമ്മുടെ മക്കൾക്കായാലും നാളെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞ. എനിക്ക് കേട്ടപ്പോ എനിക്ക് സങ്കടമായി. ആ കൊച്ചിന്റെ മുഖം, അവന്റെ മുഖം, എന്റെ മകന്റെ പ്രായവും ഇല്ല, എന്നാലും എന്റെ മകനെ പോലെ തന്നെ ഞാൻ വിചാരിക്കണേ. അവന്റെ ആ മുഖം കണ്ടപ്പോ തന്നെ എങ്ങനെയാവട്ടോ, ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ സമ്മതിക്കണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ കുഴപ്പം? അവന്റെ കല്യാണം കഴിക്കാത്തൊരു പയ്യനല്ല, അവൾ അംഗീകരിച്ചോളാന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇതിന് വേണ്ടി പോകുന്നത്? അവളുടെ ആ ഇരിപ്പും ഭാവവും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പീഡനം സഹിച്ച പെൺകുട്ടിയെ പോലെ ആ പെണ്ണിരിക്കണ അതൊന്നും അല്ല. അപ്പൊ ഇവന് താഴെ ഇറക്കാൻ മുന്നിട്ട് എടുത്തിരിക്കുന്നത് ഇവര് തന്നെയാണ്. സതീശൻ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറെ ആരുമില്ല. അല്ലെങ്കിൽ ഇവര് അവർക്കിടെ കേക്ക് മുറിക്കാനൊക്കെ പോവോ? നമ്മുടെ പാർട്ടി എപ്പോഴും നന്നായിരിക്കണം, നല്ല ഇതിൽ വരണം. ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റിന് ശിക്ഷ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? കോടതിയിൽ പോട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ അവൻ എന്നെ ഇങ്ങനെ ചെയ്തു, ആ കുട്ടീനെ കാണിക്കട്ടെ. അല്ലെങ്കിൽ അവള് ഏത് ആസ്പത്രിയിലാണ് അബോർഷൻ ചെയ്തതെന്ന് കാണിക്കട്ടെ. ഏത് ആസ്പത്രി പോയി അബോർഷൻ ചെയ്തത്, ഏത് ആസ്പത്രിയിൽ നിന്നാണ് ആ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ആസ്പത്രിയിലാണ് ജനിച്ചത് എന്താന്ന് വെച്ചാൽ അത് എടുത്തിട്ട് ഇവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്തതിന് തെറ്റാണ്, കുട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം. അത് ഒന്നും ഒരു തെളിവും ഇല്ലാതെ പാവം പയ്യനെ പറയാൻ പാടുണ്ടോ? എന്റെ പേര് ബേബി ജോൺ. ഞാൻ അഞ്ചൽ മണ്ണൂർ, കൊല്ലം ജില്ല അഞ്ചൽ മണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാല്, ഒരു തെറ്റ് ചെയ്യുന്ന ഒരു CPM ഓ CPI ഓ അല്ലെ BJP-ക്കാരോ പറഞ്ഞ അയാൾ തെറ്റുകാരനാവത്തില്ല സാറേ. ഒരിക്കലും അങ്ങാരും തെറ്റുകാരനെന്ന് ഈ ലോകത്ത് ഒരു സ്ത്രീകളോ ഒരു പുരുഷന്മാരോ പറഞ്ഞിട്ടില്ല, ഒരു പാർട്ടിക്കാരും പറയുന്നില്ല. ഇതാരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കി അയാൾക്ക്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ഒരു ജീവിതമുള്ളത് ഇല്ലാതാക്കാനുള്ള തീരുമാനമാണത്. ഇതിനകത്ത് ഏത് കുഞ്ഞുങ്ങൾ 8 വയസ്സുള്ള കുഞ്ഞുങ്ങൾ കേട്ടാലും രാഹുലിനെ പറ്റി ഇന്ന് വരെ ഒരു കുറ്റം പറഞ്ഞതായിട്ട് ആരും കേട്ടില്ല. പിന്നെ ആ രാഹുലിന്റെ ജീവൻ തകർക്കാൻ വേണ്ടി ആരോ ചെയ്ത ഒരു പരിപാടിയാണ്. ഇത് ലോകത്തുള്ള ആൾക്കാർ ഇത് അറിഞ്ഞ് ഏത് പാർട്ടിക്കാരായാലും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാനും ശരി ചെയ്താൽ ശരിയെന്ന് പറയാനും. ഇന്ന് എന്റെ ഇവിടുത്തെ കൊല്ലം ജില്ലയിലെ MLA മുകേഷ് ചെയ്ത പരിപാടി നമുക്കറിയാം, മുഖ്യമന്ത്രി ചെയ്ത പരിപാടി അറിയാം. ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഈ കാര്യങ്ങൾ മൊത്തം അറിയാം. ഇതൊന്നും ആരും ഒളിച്ചു വെച്ചിട്ട് മറ്റൊരു കോൺഗ്രസ്സുകാരൻ ചെയ്യുമ്പോൾ തെറ്റാന്ന് പറയുന്നത് തെറ്റാന്ന് ഞാൻ കണക്കൂട്ടുന്നില്ല സാറേ. ഇതൊന്നും ഒരു ശരിയായ കാര്യമല്ല.
തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു പാർട്ടിക്കാരനായിരിക്കണം. അല്ലെങ്കിൽ ഇന്ന് പ്രതികരിക്കാൻ നാട്ടിലുള്ള ആൾക്കാർ പ്രതികരിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പറയുന്നതല്ല. രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് നേരിട്ട് വരട്ടെ, നേരിട്ട് വന്ന് പറയുക, അല്ലെങ്കിൽ കോടതി പറയുക, പോലീസിനെ പറയുക, സാർ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ ഇന്നാല് രാഹുൽ മാങ്കൂട്ടം ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് പറയാൻ ചങ്കൂറ്റുള്ള ഒരു സ്ത്രീ വല്ലതും പറഞ്ഞ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ പാലക്കാട്ട് ഇങ്ങനെ തടയുമെന്നും അല്ലെ അവനെ അടിക്കുമെന്നും കുത്തുമെന്നൊക്കെ പറഞ്ഞാൽ ഇതാരും വിശ്വസിക്കാണ് സാറേ? ഇതൊന്നും വിശ്വാസമല്ല സാറേ. ഇത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. രാഹുൽ മാങ്കൂട്ടം നാളെ ഒരു സമയത്ത് കേരളം ഭരിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് വരേണ്ട ഒരു വ്യക്തിയാണ്. അയാളുടെ ജീവൻ തകർക്കാൻ വേണ്ടി ഏതോ സ്ത്രീകൾ ചെയ്യുന്ന വെറുതെ ഇത് ആവശ്യമില്ലാത്ത പരിപാടികൾ പറഞ്ഞുണ്ടാക്കി, ഇത് പാർട്ടിക്കാർ ചെയ്യുന്ന പരിപാടി, ഈ CPM-കാർ ചെയ്യുന്ന പരിപാടി അല്ലാതെ വേറെ ആരും അല്ല ചെയ്യുന്നത്. CPM-കാരല്ലാതെ വേറെ ആരും അല്ല ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നാളെ തല പൊങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്, അല്ലാതെ വേറെ ആരും അല്ല ചെയ്യുന്നത്. എനിക്കിപ്പോ 65 വയസ്സ് ഈ 2ാം ഓണത്തിന് തികയും. ഞാൻ വോട്ടിടാൻ തുടങ്ങിയത് മുതൽ ഞാൻ കോൺഗ്രസിനാണ് ഇട്ട് വന്നത്. ഞങ്ങളുടെ കുടുംബം മുഴുവനും കോൺഗ്രസ്സാണ്. എന്നിട്ട് ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടമൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞാൽ കൗണ്ടർ പോയിന്റിൽ വന്ന് ഇത് കാണാനും അവരുടെ ചർച്ച കേൾക്കാനും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാലും ഈ കോൺഗ്രസ്സുകാരെ ഇവനെ ഒറ്റ കൊടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കണല്ലോ സാറേ, എനിക്ക് ഭയങ്കര സങ്കടം. ഇത് എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്തിനാണ് ഇവനെ ഇങ്ങനെ ചതിക്കണത് ഈ പിള്ളേരെ? എൻ്റെ ചേട്ടനാണെങ്കിൽ ഇലക്ഷൻ വർക്കിന് കോൺഗ്രസ്സുകാരുടെ നടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം തൊട്ട് ചേട്ടൻ പോകാറായി. ചേട്ടൻ പറഞ്ഞ് എനിക്ക് വയ്യ, ഇവരൊന്നും ശരിയല്ല, ആളുകൾ എല്ലാം ഒറ്റിക്കൊടുക്കണവരാണ് ഈ കൂട്ടങ്ങളെല്ലാം. ഇവര് അതേസമയം മറുവശമാണെങ്കിൽ അവർ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്നവരാണ്. എന്നിട്ട് എന്തിനാണ് ഈ പാപത്തിനെയൊക്കെ ഇങ്ങനെ ചെയ്യണത്? ഈ പുതിയ ആളുകൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഈ TV-യില് സീരിയലോ ഒന്നും കാണില്ല. ഈ കൗണ്ടർ പോയിന്റ് തുടങ്ങുമ്പോഴത്തേക്ക് ഞാനും ചേട്ടനും വന്നിരിക്കും കാണാൻ. ഞങ്ങൾ 2 വീട്ടിലുള്ളൂ. ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സാറേ. എങ്ങനെ ഇപ്പൊ ഷാജൻ കറിയെ കണ്ടില്ലേ കൊണ്ടിട്ട് അടിച്ച് കൊന്ന് ഇടായിട്ടിരിക്കണത്? അങ്ങനെയുള്ള ആൾക്കാരാണ്. നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ കുടുംബം മുഴുവനും കോൺഗ്രസ്സുകാരാണ്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ വോട്ടിടാനേ പോണില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ VD സതീശന് എല്ലാവരും കൂടെ തന്നെ സാറേ, അല്ലാതെ ആര് ഇതിലുള്ളവരെ എല്ലാം ഒറ്റി കൊടുക്കണം. ഇവ മുഖ്യമന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ലൊരു നേതാവാണ്, അടുത്ത മുഖ്യമന്ത്രിയാവാൻ പറ്റും എന്ന് പറഞ്ഞ് മുന്നിലെത്തിയ ഷാഫി പറമ്പ് രാഹുൽ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് വെപ്രാളകളായി. കാര്യം എന്തെന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവണം, വേണുഗോപാലനാവണം, പിന്നെ സതീശനാകണം. ഇങ്ങനെ കാണിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പിന്നെ മരിച്ചപ്പോഴത്തേക്കൊക്കെ ഞങ്ങൾ കരഞ്ഞ് കണ്ണീരില്ലാതെയായിപ്പോ എനിക്ക് എൻ്റെ ചേട്ടന്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മോൻ വിളിക്കും മമ്മി കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഇലക്ഷന് പോകുമ്പോൾ ഞാൻ കൈവരൽ കാണിക്കും എല്ലാവരുടെ അടുത്ത് ഇതുവഴി പോകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് എൻ്റെ മോൻ പറയാം ഇനി കൈ ഉയർത്തണ്ടല്ലോ മമ്മിക്ക് എന്ന് ചോദിക്കും. ഇവരൊക്കെ കൂട്ടുകച്ചവടം സാറേ. ഇത് പിണറായിയുടെ കൂടെ നിന്നിട്ട് ഒരു കൂട്ടുകച്ചവടങ്ങളാണ്. എങ്ങനെ മുന്നിൽ വരുന്നവനെ ഒതുക്കാം എന്നുള്ള ഇതാണ്. ഇനി ഒരു കോൺഗ്രസിന് ഞാൻ വോട്ടിടാൻ പോകില്ല. ചങ്ങനാശ്ശേരി കുരിശുമൂട് ജോസി. ഈ സതീശന് ഈ കേക്ക് വിഴുങ്ങി അവിടെ കേക്ക് തള്ളിക്കൊടുത്ത സമയത്ത് നമ്മുടെ സിനിമയ്ക്കകത്തൊരു പൂട്ടൂച്ചിക്കകത്ത് കപ്പ വിഴുങ്ങിയില്ലേ? രമേശ് ചെന്നിത്തല പോയി വല്ല കൊച്ചുമക്കളെയും കളിപ്പിക്കണം. രണ്ടാമത് ഈ രാഹുൽ വന്നു കഴിഞ്ഞാണ് രാഹുലും കെ സുധാകരനും KPCC പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നു കഴിഞ്ഞാണ് ഈ കോൺഗ്രസ് പാർട്ടി ഇത്ര യുവാക്കൾ കൂടിയത്. ഇവനെന്തിനു വേണ്ടിയിട്ടാണ് ഈ രാഹുലിനെ കൊലക്കുന്നത്? ഈ സതീശൻ മഹാകള്ളനാണ്. പിണറായിയുടെ മന്ത്രിസഭയിൽ എത്ര എണ്ണം ഇരിക്കുന്നു? ഒരു വാക്ക് ഇവന് പറയാവോ? പറയത്തില്ല. കുറച്ച് 3-4 MLA-മാർ പെണ്ണുങ്ങള് അവളുമാരെന്ത് കണ്ടോണ്ടാ പറഞ്ഞത്? ഇവളൊക്കെ നല്ല മറുപടി കൊടുക്കണം. നിങ്ങളുടെ ഈ ചാനല് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എത്രയും വേഗം നമുക്ക് രാഹുലിനെ പാലക്കാട്ട് എത്തിക്കണം. ധൈര്യമായിട്ട് പോകണം പാലക്കാടിന്. ഈ 3 KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല,
കള്ളം ഇവനൊക്കെ പിണറായിയുടെ എച്ചിൽ നിന്നുകൊണ്ട് നടക്കുകയാണ്. ഇവന്മാരെ 3 പേരെ ഈ പാർട്ടിയിൽ നിന്ന് കളഞ്ഞാൽ ഈ പാർട്ടി രക്ഷപ്പെടും. ഞാൻ വലിയ വെളിയിൽ നിന്നാണ്, തിരുവനന്തപുരം വലിയ വെളിയിൽ നിന്നാണ്, ബെഞ്ചമിൻ പെരേരയാണ്. കാരണം ഈ പുള്ളിക്കെതിരെ എടുത്ത നടപടി വളരെ നിരാശാജനകമാണ്. കാരണം ഇന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കെല്ലാം തലപൊക്കി നിൽക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടായി കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആ ഒരു ധീരതയായിരുന്നു. പണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് ആന്റണി വയലാർ, ഉമ്മൻചാണ്ടി, VM സുധീരൻ സിന്ദാബാദ് എന്നാണ്. പക്ഷെ അവര് ആ കാലത്തുണ്ടായിരുന്ന അതേ വീര്യത്തോടെ ഇപ്പോഴെ പിള്ളേർ ഉണ്ടെന്ന് വന്നു. ബട്ട് ഇവര് എന്താണ് ഇവനെ പുറത്താക്കിയത്? എന്തിനാണത്? ഇടതുപക്ഷത്തിന്റെ എത്ര MLA-മാര് ഈ ആരോപണങ്ങൾ ഉൾപ്പെട്ട് അവിടെ കിടന്നിരിക്കുന്നുണ്ട്. അവരാരെങ്കിലും പുറത്തു പോയി? നമ്മുടെ ഈ മണ്ഡലത്തിലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ വരെ സുബ്ര സുരേഷുമായിട്ടുള്ള അവിഹിതത്തിൽ ഇവിടെ ആരോപണം വന്നിട്ടുണ്ട്. എന്നിട്ട് അവര് ഒന്നും പുതിയതില്ലല്ലോ. എന്താണ് ഇതിന്റെയൊക്കെ ഈ അർത്ഥം എന്നൊന്നും മനസ്സിലാകുന്നില്ല. ദയവേത് നിങ്ങളുടെ ചാനല് ആ മാങ്കൂട്ടത്തിന് ഒരാഴ്ചക്കുള്ളിലെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ വീണ്ടും കോൺഗ്രസ് ഭരണത്തിൽ വരാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അത് ഒരു യുവ നേതാവിനെ ഇങ്ങനെ ആക്രമിക്കുന്നത് വളരെ തെറ്റാണ്. ഞാൻ എന്റെ 3-ാം വയസ്സിൽ എന്റെ അച്ഛൻ കൊടിയെടുത്ത് തന്നതാണ്. അച്ഛനാരും ചോദിച്ചാൽ പറഞ്ഞ് അച്ഛൻ ആരുമില്ല, നിന്റെ അച്ഛൻ കോൺഗ്രസ് ആണ്. എന്നോട് പറയാ നിന്റെ അച്ഛൻ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഇന്ന് ഇതുവരെ വ്യതിചലിച്ചിട്ടില്ല. വ്യതിചലിക്കാൻ വേണ്ടി പലരും നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞാൻ വ്യതിചലിക്കത്തില്ല. പക്ഷെ കോൺഗ്രസ് നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ നടത്തിയെടുക്കാൻ വേണ്ടി ആർക്കും പറ്റത്തില്ല. പൈസ കൊടുത്ത് വേണമെങ്കിൽ പോലും നടത്തിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ജീവിച്ചതും വളർന്നതും വിശ്വസിക്കുന്നത്. എത്രയും പെട്ടെന്ന് തിരിച്ചുകൊണ്ടുവന്ന കോൺഗ്രസിന് അത്രയും നല്ലത്. ഞാൻ മലപ്പുറത്താണ് വിളിക്കുന്നത്. എന്റെ പേര് മുസ്തഫ. ഞാൻ നിങ്ങളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ പുതിയ സംഭവ വികാസത്തിൽ സാറ് തുടങ്ങി വെച്ച സംവിധാനം വളരെയധികം സന്തോഷകരമാണ്. പല സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് ഒന്നുകൂടി നിങ്ങൾ അഭിനന്ദിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് വിളിച്ചതാണ്. അല്ല, സത്യത്തില് ഷാഫി പറമ്പിലായാലും മാങ്കൂട്ടത്തിലായാലും ഒക്കെ ഇപ്പൊ കുറച്ച കാലത്തായിട്ട് ഇപ്പൊ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരു പ്രത്യേകമായൊരു എനർജി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ചരിത്രം, ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. കോൺഗ്രസ് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞേർന്ന ഒരു ഇതാണ്. അതായത് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ചർച്ചകളും മറ്റൊക്കെ നമ്മളെ വീടുകളൊക്കെ കുറെ കാലം നടന്നതാണ്. ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനും കൂടിയാണ്. 10-17 വർഷം നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ഒരു വ്യക്തിയായിരുന്നു എന്റെ പിതാവ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെയും AK സാറിന്റെയും അതുപോലെയുള്ള ആളുകളുടെ ഒക്കെ വളരെയധികം വലങ്കയായി നിന്നിരുന്ന ആളായി. അപ്പോൾ നമ്മളെ വാപ്പയിൽ നിന്നും നമുക്ക് കുറെ കോൺഗ്രസിന്റെ ചരിത്രം കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ നല്ല വ്യക്തികളെ ഇകഴ്ത്തുക എന്നുള്ളത് കോൺഗ്രസിൽ നിന്ന് തന്നെ പലപ്പോഴും പല ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മളെ മുഹമ്മദ് റഹ്മാൻ സാഹിബ് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ പല ആളുകളും, അതുപോലെ VV പ്രകാശ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് അനുഭവിച്ചതാണ്. കാരണം സമൂഹത്തിനിടയിൽ സ്വാധീനം നേടി വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ അത്രയൊന്നും സ്വാധീനം നേടാനുള്ള വ്യക്തിത്വമോ പ്രവർത്തന പാരമ്പര്യമോ ഇല്ലാത്ത ആളുകളെ പിടിച്ച് താഴേട്ട് കിടന്ന ശ്രമങ്ങൾ മുമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെയാണോ ഇത് എന്ന് സംശയിച്ചു പോവുകയാണ്. മാങ്കൂട്ടത്തിലൊക്കെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അയാളൊക്കെ ചിന്തിച്ച് ആലോചിച്ച് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്താറുള്ളത്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഇകഴ്ത്താനും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊരു പക്ഷേ നമുക്ക് ജനാധിപത്യ മുന്നണിയുടെ അധികാരം തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഭയപ്പെടുന്ന ആളുകളുമാണോ ഇതിന്റെ പിന്നിലെന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. ഞാൻ ബാബാടിന്ന് കുരുവിളയാണ് വിളിക്കുന്നത്. സാറേ, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കാരണവശാലും രാജിവെപ്പിക്കാൻ സമ്മതിക്കരുത്. കാരണം അതിൽ പിന്നിലെ ശക്തി VD സതീശനാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം ഇല്ലാതാക്കാൻ സതീശന്റെ കൊച്ചല്ലേ അത്. കൊച്ചിനോട് ഓണത്തിന് 2 കൊച്ചെടുപ്പ് മേടിച്ചു കൊടുത്താലും ഈ പ്രശ്നം പരിഹരിക്കരുത്. അങ്ങനെ ചെയ്തില്ലല്ലോ. ഇത് CPM BJP മാത്രമല്ല ഇതിന്റെ പിറകിലുള്ളത്. പിന്നെ മറ്റൊരാളും കൂടിയുണ്ട്, വെള്ളാപ്പള്ളി നടേശനുണ്ട് ഇതിനകത്ത്. അയാൾ ഈയിടെ സതീശനെ ഒന്ന് പേടിപ്പിച്ചായിരുന്നു.
അവിടെ ജയിക്കണമെങ്കിൽ കുറച്ച് പാടുപെടും, മറ്റുള്ളവർ തോറ്റ ചരിത്രം ഉണ്ട് എന്നൊക്കെ അപ്പോൾ സതീശനൊന്ന് പേടിച്ചു പോയി. പിന്നെ സതീശൻ പറഞ്ഞ് ബോംബുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ബോംബെന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന ബോംബാണ് സതീശൻ പറഞ്ഞു. ഒരാളുടെ പേര് പോലും അയാൾ പറഞ്ഞിട്ടില്ല. അതിനുള്ള ധൈര്യം അയാൾക്കുണ്ടായില്ല. കാളെ അവിടെ കെട്ടിയിടരുത്, അത് പിന്നെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞെന്നല്ലാതെ കാളയുടെ കലപ്പയുടെ അയാളെ എങ്ങാണ്ടതിലേ പോയി. രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തി ക്ഷയിച്ചു, അല്ലെങ്കിൽ അവരെല്ലാം കൂടെ ഇതിന്റെ കൂടെ കൂടും. അതിന് ബുദ്ധിപരമായിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്തു വെച്ചത്. അവര് ഇപ്പൊ അതിനകത്ത് പ്രശ്നം ഇപ്പം വേറെ തിരിഞ്ഞല്ലോ, ഷാപ്പി എല്ലാം കൂടെ കൂടിയല്ലോ. ഇപ്പൊ ഇവിടെ ഒരു KPC പ്രസിഡന്റ് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അയാളുടെ ജോലി എന്താണ്? അയാളെ ഏറ്റവും അയാളെ കാണുമ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? ഇയാളെ KPCC പള്ളിയിലെ കപ്പ്യാരാന്ന് തോന്നുന്നു. അയാളിച്ചൂടെ ആ വെള്ളം ഷർട്ടിച്ച് നീളം കൂടി ഇട്ടിട്ട് പള്ളിയിലെ കപ്പ്യാര്, മനസ്സിലായില്ലേ? അത് നല്ലൊരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളെ ഉമ്മാരെല്ലാം കൂടി ഒതുക്കി. അയാളെ ഈ കേസുദാരൻ അന്നാലേ പറഞ്ഞായിരുന്നല്ലോ രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ പാർട്ടി തീരുമാനം, അത് പാർട്ടിയുടെ തീരുമാനമല്ലേ അയാള്. അത് ഞാൻ എന്റെ മനസ്സിൽ അന്നേരം കരുതി പുള്ളിയാണെങ്കിൽ അത് പറഞ്ഞേനെന്ന് പറഞ്ഞു. പക്ഷെ ഇതുപോലും അറിയാൻ പറ്റാതെ ഈ വീഡിയോ സതീശന് എഴുതി കൊടുക്കുന്ന കാര്യം ഇയാൾ അവിടെ നിന്ന് ആ കപ്പ്യാര് വിളിച്ചു പറഞ്ഞു, മനസ്സിലായില്ലേ? ഈ സുധാകരൻ എന്ന് പറഞ്ഞാൽ അത് നടപടിയെടുക്കാൻ കഴിവുള്ള ആളായാലും അയാളല്ലേ അതിന്റെ, അങ്ങനെയുള്ള ഒരാൾ വേണ്ടേ അതിന്റെ സ്ഥാനത്തിരിക്കാനായിട്ട്. അല്ലാതെ ഇതുപോലെയുള്ള ഇങ്ങനെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിന് കീഴിലല്ലേ വരുന്നത്. ഇത് KPC പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും സ്റ്റേറ്റ് സെക്രട്ടറി അല്ലേ. അതിന്റെ കഴിവെന്ന് പോലും ഇവന്മാർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സാധനത്തിനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ഈ പാർട്ടി ജയിച്ചു വരുന്ന ഒരു സമയത്ത് ഇതുപോലെയുള്ള ഒരു പരിപാടി, നാറിയ പരിപാടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ഭവിഷ്യത്ത് നേരിടുമെന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ട പെണ്ണുങ്ങളെല്ലാം അവിടെ നിന്ന് ബ്ലൗസ് പോലും ഇടാത്തവരൊക്കെ അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവരെയൊക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് ഇരിപ്പുണ്ടല്ലോ ആൾക്കാര്, അപ്പുറത്തും ഇരിപ്പുണ്ടല്ലോ. അവർക്കെതിരെ സമരം നടത്തിയോ? ഇല്ലല്ലോ. ഒരു വിധം പോലും ചൂടാതെ ഇപ്പോഴാണ് അവന്റെ പേരില്, ഇപ്പൊ മന്ത്രി പോലും അല്ലാത്തതിന്റെ പേരിലാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്, മനസ്സിലായില്ലേ? മന്ത്രി ആരുടെ അടുത്ത് ഇരിപ്പുണ്ടല്ലോ, അതുപോലെ വേറെ ഇഷ്ടം പോലെ ആൾക്കാർ അതിനകത്ത് ഇരിപ്പുണ്ടല്ലോ. ഇവന്മാർ സമരം ചെയ്തോ? ഇല്ലല്ലോ. അപ്പൊ ഒന്നും ചെയ്യാതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റെ പേരിലൊക്കെ അഴിമതികളുണ്ട്, മനസ്സിലായില്ലേ? ഈ സതീശന്റെ ഒക്കെ പേരില്, മനസ്സിലായില്ലേ? അവന് ഈ കാറിൽ കയറി ഇങ്ങനെ നടന്നാ മതി, ഈ വെള്ള ഷർട്ട് വിട്ട്. അതാ അവന്റെയൊക്കെ ഉദ്ദേശം. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഇതുപോലെ 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ 100 സീറ്റ് എവിടെ നിന്ന് കിട്ടും? അത് കിട്ടേണ്ട രീതിയാണ് ഇവന്മാർ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കോടികൾ ഉണ്ടാക്കിയിട്ടില്ലേ? എല്ലാവരും കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എല്ലാവരും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതല്ലല്ലോ നമ്മുടെ രാഷ്ട്രീയ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ചെയ്യണ്ടേ. അവർക്കൊരു 2-3 കൊച്ചുടുപ്പ് മേടിച്ചു കൊടുത്താൽ സംഗതി തീർന്നില്ല. നീ ഇത് പറയണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ കൊച്ചല്ലേ അത് ഈ രാഷ്ട്രീയത്തിന്റെ ഇലക്ഷൻ നടക്കാനിരിക്കുമ്പോൾ എന്നാലാണ് ഇവന്മാർ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഈ വീഡിയോ സതീശന്റെ ഒക്കെ എതിരെ അഴിമതി ആരോപണം ഉണ്ട്. അതാ ഇവനിങ്ങനെ കടന്ന് ഇപ്പൊ ഈ ഇതിനകത്ത് പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ സതീശൻ അവിടെ തോറ്റു. വെള്ളാപ്പള്ളി പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അയാളെ വരെ തോപ്പിച്ചെന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളിക്ക് അവിടെ വോട്ടുണ്ടല്ലോ. അവനൊക്കെ ഇവന്മാരെല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വെള്ളാപ്പള്ളിയുടെ അവിടെ പോയി, എനിക്കറിയാവുന്ന വെള്ളാപ്പള്ളി അവിടെ പോയി അവന്റെ കാല് നക്കും. അവൻ ഇന്നലെ ഉടുപ്പ് ഇട്ടിട്ട് അവിടെ ഇരിക്കും. ഇരുന്നിട്ട് വരുന്നത് എപ്പോഴാണെന്നറിയാവോ? അവന് തോന്നുമ്പോഴാണ് ഇറങ്ങി വരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വെള്ളാപ്പള്ളിയുടെ അവിടെ പോവും വോട്ട് ചോദിക്കാനായിട്ട്. അതുപോലെ സാമുദായിക മേലധ്യക്ഷന്മാരുടെ ഇടയിലും എല്ലാവരുടെ അടുത്തും പോവും. ഇത് ഇവിടെ നിൽക്കാതെ എങ്ങനെ ഇവിടെ ശരിയാവുന്ന പറയുന്നത്? അതുകൊണ്ട് ഈ നിലവിലെ സാഹചര്യത്തിൽ ഇവന്മാരുടെ അവസ്ഥ ഓർത്താണോ ചിരിച്ചത്? ചിരിച്ചത് അല്ല, വേറെ എന്തുകൊണ്ട് ചിരിക്കാനാ? ഇവന്മാരുടെ കഴിവില്ലായ്മ. ആ പെണ്ണിനെ ഇപ്പൊ ഇറക്കിക്കൊണ്ട് വന്ന കാര്യമുണ്ട്. വീഡിയോ സതീശന്റെ മകളാന്നല്ലേ പറയുന്നത്. ആ കേക്ക് മുറിച്ച് വാങ്ങി കൊടുക്കുന്ന കണ്ടില്ലേ, മനസ്സിലായില്ലേ? മകളല്ലേ അത്. എന്നാ മകളോട് പറഞ്ഞാൽ പോരെ, ഇപ്പൊ നീ ഇത് ഇറക്കണ്ട, നിനക്ക് ഓണത്തിന് 2-1 കൊച്ചുടുപ്പ് മേടിച്ചു തരാം, നീ ഇതിപ്പോ ഇറക്കണ്ടെന്ന് പറഞ്ഞാൽ തീർന്നില്ല സംഗതി. അപ്പൊ അവനല്ലേ അതിനകത്തെ ആള്. എന്റെ വീട് സുമ, അവനവഞ്ചേരി. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്ച്വലി ഒരു യങ്സ്റ്റർ ആണ്. അവൻ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് കേരളത്തിന് തന്നിട്ടുണ്ട്. നിയമസഭയിൽ തന്നെയും വിജയൻ എന്ന് വിരൽ ചൂണ്ടി പിണറായി പ്രിഫിക്സ് ചെയ്യാതെ പറഞ്ഞ ഏക വ്യക്തിത്വ പേഴ്സണാലിറ്റിയാണ്
രാഹുൽ മാങ്കൂട്ടത്തിൽ. സതീശനും മത്തങ്ങാത്തലയൻ സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ചത്ത പോലെയാണ് മത്തങ്ങാത്തലയൻ വെടി സതീശൻ ഇരുന്നത്. ഈ കുഞ്ഞ് വിജയൻ എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞപ്പം പിണറായി വിജയൻ ഒന്ന് എഴുന്നേറ്റു, ഇവനെ ഒന്ന് ഫയർ ചെയ്യാന്ന്. അവൻ മൈൻഡ് ചെയ്യില്ല. താങ്കളുടെ പേര് അതല്ലേ സർ എന്ന് ചോദിച്ചു. മുഹമ്മദ് റിയാസ് ആണെങ്കിൽ ചത്ത്. അവൻ എന്തിനാ ഡോക്ടറെ ഇടിച്ചിട്ട് ഈ പരനാറി വിജയന്റെ മോളെ ലിവിങ് ടുഗദർ ആക്കി എന്നുള്ള പശ്ചാത്താപത്തിലുള്ള ഡോക്ടർ. ടു ഇയർ ഈസ് ഹ്യൂമൻ ഇഫ് അറ്റ് ഓൾ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പിന്നെ ഈ റിനി എന്ന് പറയുന്ന അതിലേക്ക് മെസ്സേജ് ചെയ്യുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അങ്ങനെ ഉണ്ടെങ്കിൽ they to have equal responsibility. നമ്മളൊക്കെ, ഞാനൊരു സീനിയർ സിറ്റിസൺ ലേഡി, ഒരു പുരുഷനും നമ്മളെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് ഗർഭമൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ ഫ്ലവർ കാറ്റഗറിയിൽ വരുന്ന പോളിനേഷൻ ടൈപ്പുകാരൊന്നുമല്ല. വി ആർ നോട്ട് അനിമൽ സേവൻ. അപ്പൊ നമുക്ക് വിവേകമുണ്ട്. 14 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും, ഇവരെല്ലാം എബവ് 25 ലേഡീസാണ്. അപ്പൊ ഈ കുട്ടി ഇന്റൻഷനലി അങ്ങനെ പറഞ്ഞുവെങ്കിൽ, നിങ്ങൾ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ അവൾ അതിന് കാരണം ഉണ്ടാക്കി. നമ്മളടുത്തൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ഒരു പുരുഷനും ഒന്നിനും വന്നിട്ടില്ല. അതിനൊക്കെ അപ്പോൾ മുളയിലേ നുള്ളിക്കളയാൻ ഒരു സ്ത്രീക്ക് അതിനുള്ള പ്രാപ്തി ഭഗവാൻ കൊടുത്തിട്ടുണ്ട്, കുടുംബത്തിൽ നിന്ന് കിട്ടും. അപ്പൊ ഇവള് ഈക്വലി ഇതിൽ ഇൻവോൾവ് ആണ് സർ. അതാണ് ഈ സന്ദീപ് വാര്യർ, രാഹുൽ ഈശ്വർ സാർ ഒക്കെ പറഞ്ഞത്. ദേ ആർ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്. സുനിൽ സാറിനെ പോലെ തന്നെ അവർ ഇതിൽ ഇടപെട്ടതിൽ സന്ദീപ് വാര്യർ ഡിസേർവ്സ് ഗ്രേറ്റ് അപ്രീസിയേഷൻ. അദ്ദേഹം എവിടെയോ നിന്ന് ഓടി വന്ന് മറ്റവന് കൃഷ്ണകുമാറിനെ ഒരു അടി കൊടുത്തിരുത്തി, അവൻ എന്നിട്ട് വീണ്ടെടുത്ത് കൊടുത്തു. ജസ്റ്റ് ദ ഫാമിലി മാറ്റർ അല്ല, ബലാത്സംഗം ചെയ്തു, ആ കുട്ടിക്ക് ടോർച്ചർ ഉണ്ടായി എന്ന് ആ കുട്ടി പറഞ്ഞു. ഓക്കെ, ദാറ്റ് ഇസ് അനദർ ഫാക്ട്. പിന്നെ ശ്രീ ഈ VD സതീശൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഡേർട്ടി ഫെമിനിസ്റ്റ് സ്റ്റൈൽ വൃത്തികെട്ട മനുഷ്യനാണ്. വെടി സതീശൻ, KC വേണുഗോപാൽ ആൻഡ് രമേശ് ചെന്നിത്തല അവര് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അപ്പാപ്പന്മാരാണ്. ലെറ്റ് ദം ലീവ്, ലെറ്റ് ദം ക്വിറ്റ് ഫ്രം ദ കോൺഗ്രസ് പാർട്ടി. ഞങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയെ ആഗ്രഹിക്കുന്നവരാണ്. കണ്ടില്ലേ രാഹുൽ ഗാന്ധി എന്തോ ഒരു സ്ട്രെയിൻ, എഫേർട്സ്, പെയിൻ എടുക്കുന്നു ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് പേഴ്സണാലിറ്റീസ് ഉണ്ട്, യങ്സ്റ്റേഴ്സ്. PC വിഷ്ണുനാഥ്, മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ തുടങ്ങി എക്സാക്ട് ഡോക്ടർ ജിൻറ്റോ ജോൺ, അങ്ങനെ തുടങ്ങി BRM ഷഫീർ. അവരെല്ലാം പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നവരാണ്. അവരൊക്കെ മുൻനിരയിൽ വരട്ടെ, അവരെല്ലാം ഭരിക്കട്ടെ. ഇവര് 3 പേരും ഒഴിഞ്ഞു മാറിയേ പറ്റൂ. അവര് ഫുള്ള അസൂയയും കുശുമ്പുമാണ്. VD സതീശൻ പിണറായി വിജയനിൽ നിന്നും കോടികൾ വാങ്ങിയിട്ടുണ്ടാക്കിയ ഡീലാണിത്. അവന് സ്ത്രീകളെ കാണുമ്പോൾ അവന് ഒരു മകളുണ്ടെന്ന് പറയുന്നു. അത് എനിക്കറിയില്ല വെദർ ഹീ ഈസ് ദ ഫാദർ ഓർ നോട്ട്. ഇയാൾക്ക് കേരളം മുഴുവനും പെൺപിള്ളേരുണ്ട്. ആരെ കാണുമ്പോൾ ഇയാൾ ഒരു ഇളിച്ച് ചിരിയും. അടി കൊടുക്കാൻ തോന്നുന്നു. ഇങ്ങനെ അയാളുടെ മക്കൾ തന്നെ അയാളോട് വിരൽ ചൂണ്ടി ചോദിക്കണം, നിങ്ങളെ ഈ എപ്പിയറൻസും നിങ്ങളെ ഈ ആറ്റിറ്റ്യൂഡും ഒന്നും ശരിയല്ല. നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങൾ എന്തോന്ന് ആ പെൺകുട്ടിയുടെ അടുത്ത് കേക്ക് മുറിക്കാൻ തൊട്ട് ഉരുമി നിന്നത്? അത് ഇവർ ഡോക്ടർ ആ പെണ്ണ് ചോദിച്ചില്ലേ, വെടി സതീശന്റെ മോള്. അവര് 3 പേരും ഭയങ്കര കുശുമ്പ് നിറഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവരുടെ പാർട്ടിയിലുള്ള വേറൊരു സീനിയർ ഒരുവൻ പറഞ്ഞു, വെള്ള തന്നെ ഇടണം. അവരെന്ത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വേറെ ബ്രാൻഡഡ് ഷർട്ട്സ് സിമ്പിളായിട്ട് അവരിട്ടിരുന്നേ. അതിട്ടപ്പോൾ ഇവന്മാർക്ക് ദഹിച്ചില്ല, അവർക്കില്ല, ദേ ആർ ഇൻകപ്പാസിറ്റേറ്റഡ് ടു പർച്ചേസ് ആൻഡ് വെയർ. അതുകൊണ്ട് അവർ ആദ്യം ഒരു അടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഈ VD സതീശൻ എന്ന് പറയുന്ന ദ മോസ്റ്റ് ഡർട്ടി ഫ്രോഡ് എവർ സീൻ, അയാൾ പറയുന്നു, ഞാൻ ഈ ചാനലിലെ മുഖ്യധാരാ ബാന്ധവത്തിൽ വന്ന് പിണറായി വിജയൻ US ട്രീറ്റ്മെന്റിന് പോയിരിക്കുകയാണ്. ബിനു ബി ജോൺ, ഉണ്ണി ബാലകൃഷ്ണൻ അവരൊക്കെ വളരെ ഫ്രാങ്കായിട്ട് വെട്ടി തുറന്ന് അടി കൊടുക്കുന്ന ആളുകളാണ് മീഡിയയിലൂടെ.
അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ പിണറായി വിജയന്റെ ഉടനെ തന്നെ ഈ സതീശൻ ചാടി കയറി വന്ന് വിത്ത് നോ കോണ്ടെക്സ്റ്റ് ഈ സതീശൻ പറഞ്ഞു തരുന്ന ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയത് US ട്രീറ്റ്മെന്റ് തന്നെ മയോ ക്ലിനിക്കിൽ തന്നെ ഫോർ നോ റീസൺ ഫോർ നോ കോണ്ടെക്സ്റ്റ്. ഇയാളെ ഇതിനാണോ നമ്മളെ നികുതി പണം കൊടുത്ത് ഓപ്പോസിഷൻ ലീഡറായിട്ട് വെച്ചിരിക്കുന്നത്? അപ്പൊ ഇവര് 3 പേരും ക്വിറ്റ് ചെയ്ത് തന്നെ ആവണം സർ. പിന്നെ സുനിൽ സാർ എന്തുകൊണ്ട് ഇപ്പൊ രാഹുലിനെ ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് അതിന് സോ മെനി റീസൺസ് ഉണ്ട്. അവരുടെ പാർട്ടിയിലുള്ള എല്ലാം വെറും വൃത്തികെട്ട ഒരു ചെളിക്കുളത്തിലെ വൃത്തികെട്ട പിണറായി വിജയൻ തന്നെ എന്തൊക്കെ കേസസ് ലാവ്ലിൻ പെരുങ്കള്ളൻ പരമനാറി തെമ്മാടി തൊട്ടി ഈ കൊട്ടേഷൻ കൊടുത്തല്ലേ നമ്മളെ രമയുടെ ഭർത്താവിനെ കൊന്നതും KK രമയുടെ TP സാറിനെ കൊന്നു. അങ്ങനെ സോ മെനി മറ്റേ എത്ര കേസസ്. അപ്പൊ ഈ VD സതീശനെ മാറിയേ പറ്റൂ. ലെറ്റ് K സുധാകരൻ കം. അദ്ദേഹത്തിന് വയസ്സൊന്നും ആയിട്ടില്ല, ഞങ്ങളുമൊക്കെ വയസ്സായവര് തന്നെ. ഹി ക്യാൻ. ഇപ്പൊ അങ്ങനെ ഒതുക്കി പിന്നെയാണ് അദ്ദേഹത്തിന്. സുധാകരനാണെങ്കിൽ ഇങ്ങനെ ഒരു ഡീൽ നടക്കില്ലായിരുന്നു. സതീശൻ ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ പിണറായി നിന്ന് വാങ്ങിച്ച് കോൺഗ്രസ് പാർട്ടിയെ ഒറ്റുകൊടുത്ത് കഴിഞ്ഞു. എങ്ങനെ ഈ ഡേർട്ടി ലേഡി റീനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ലേഡി ഇങ്ങനെ പറഞ്ഞപ്പോ അയാള് പരാതിയില്ലല്ലോ, നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടോ, നിങ്ങൾക്ക് പ്രഗ്നൻസി ഉണ്ടോ, എവിടെ അബോർട്ട് ചെയ്തു, എവിടെ MTP ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഇവൻ ഇളിച്ച് മത്തങ്ങാ തലയിൽ അയാളുടെ വായിൽ ഏതാണ്ട് വാരി വെച്ച് കൊടുത്ത് ഇറക്കിപ്പിക്കണം, കഴുത്തിൽ പിടിച്ച്. അങ്ങനെ തോന്നുന്നു അതിന് തുടക്കമിട്ട് കൊടുത്തത് അപ്പോഴും നുള്ളിക്കളയണ്ടേ. ഇപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിയിൽ മാത്യു കുഴനാടൻ, PC വിഷ്ണുനാഥ്, അബിൻ വർക്കി, ഷാഫി പറമ്പിൽ ഇവരെല്ലാം ഒരു ഭയങ്കരമായിട്ട് സ്തംഭിപ്പിക്കണം കേരളത്തിന്. രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ഇന്നാ പിടിച്ചൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾ ആരും സഹിക്കില്ല. ആ കുട്ടി എന്തൊക്കെ ചെയ്തു. 2 years is a human if at all. അവളുമാര് തുണി അഴിച്ചിട്ടിട്ട് പോയി നിന്നപ്പോ കൊച്ചും ചെക്കനാണ് അവൻ. അപ്പൊ 33-34 years. 2 years is a human. അവന് ഇവളുമാര് ഈക്വലി അവരും കൾപ്രിറ്റേഴ്സ് ആണ്. അപ്പൊ അവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇവരെ 3 പേരെയും കളയാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയിലെ യങ്സ്റ്റേഴ്സ് ഇവര് ഹൈക്കമാൻഡിനെ അറിയിക്കണം, രാജീവ് ഗാന്ധിയെ പ്രിയങ്കയൊക്കെ അറിയിക്കണം. എങ്കിൽ നമ്മളൊരു ഒപ്പുശേഖരണം നടത്താം എല്ലാരും കൂടെ, ദ എൻറ്റയർ കേരളൈറ്റ്സ്. എന്നിട്ട് ഇവര് 3 പേരും മാറണം. ഇവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ആക്ഷനെതിരെ കേരളം സ്തംഭിപ്പിക്കണം. ഒരു പ്രൊസഷൻ ജാഥ ഒപ്പുശേഖരണം ഒക്കെ നടത്തണം. എനിഹോ ഐ ആം താങ്ക്ഫുൾ ടു ദ IQ സുനിൽ സാർ, യു ആർ ടേക്കിംഗ് മച്ച് എഫേർട്സ് ഇൻ ദ കേസ് ഓഫ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയണത് ധൈര്യം വിടരുത് കുഞ്ഞെ, ഇതൊക്കെ ഉള്ളതാണ്, നിന്നോട് അസൂയ ഉണ്ടായിട്ടാണ് ഇതെല്ലാം. കറേജ്, ഫേസ് കറേജിയസ്ലി, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. ലെറ്റ് ദം സീ വാട്ട് ഹാപ്പൻസ്. പരനാറി വിജയൻ, SNC ലാവ്ലിൻ വിജയൻ, പെരിക്കള്ളൻ വിജയൻ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അതൊക്കെ അവര് കണ്ടുപിടിച്ചതല്ല. ദേ ഡിറ്റക്റ്റഡ് ദ കേസ്. വള്ളി പുള്ളി. എന്നിട്ട് വിജയന്റെ മോള് ചെന്നൈ SFIയുടെ ഓഫീസിൽ പോയി കൊച്ചുവെളുപ്പാങ്കാലത്ത് പോയി സെറ്റിൽ ചെയ്യാൻ നോക്കിയതും സ്റ്റിൽ ദാറ്റ് ഇസ് ഇൻ ദ കോർട്ട്. അപ്പൊ അതിനൊക്കെ ഒരു ആക്ഷനുമില്ല. ഈ തോമസ് എന്ന് പറയുന്ന അയാളെ വയസ്സായ അപ്പാപ്പൻ അബൌട്ട് ഭയങ്കര ക്രോണിക് സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ. അയാൾ ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ ബ്യൂട്ടിഫുൾ ഗേളിനെ അവൻ വിളിച്ചതല്ലേ നമുക്ക് മൂന്നാറിൽ പോകാം, അതിന് ആൻസർ ഉണ്ടോ? മുകേഷ്, ഗണേഷ് കുമാർ എന്ന് പറയുന്നവന്റെ ഫേസ് ആടിച്ച് ഷേപ്പ് മാറ്റിയില്ലേ യാമിനി തങ്കച്ചിയുടെ ഫ്രണ്ടിന്റെ ഹസ്. എന്നിട്ട് എന്തേ വിജയൻ അതിന് ആക്ഷൻ എടുക്കാഞ്ഞേ? എന്റെ മകളെ എന്തുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ കൊടുത്തില്ല? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടാൻ ഞങ്ങൾ വിടില്ല. പിണറായി വിജയൻ മിനിഞ്ഞാന്ന് മീഡിയയിലൂടെ പറഞ്ഞത് വലിയ കുറ്റക്കാരമാണ്, ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിച്ചില്ലെങ്കിൽ ആ ലേഡിയെ കൊന്നുകളയാൻ എന്ന് പറഞ്ഞത്, അതിനൊരു നടപടി വരും എന്ന് പിണറായി വിജയൻ പറയും. ഇപ്പൊ കേരളത്തിലെ ഞങ്ങളെല്ലാം ചോദിക്കുന്നു, ഈ മുഹമ്മദ് റിയാസ് എന്നുള്ള വെരി വാസ്റ്റ് ഗുഡ് ഫോർ നത്തിങ്
കൈ കൊണ്ട് തൊടാൻ പറ്റാത്ത ഒരു ഡേർട്ടി മാൻ. അവന് എയ്ഡ്സ് കാണേ. കൈകള് തന്നെ വെട്ടി തുറന്നൊരിക്കൽ പറഞ്ഞാണ് 50 രൂപയ്ക്ക് സ്ത്രീകളെ കിട്ടുമെന്ന്. അതിനു മുന്നേ തന്നെ ഈ ഡോക്ടറെ അവോയ്ഡ് ചെയ്തിട്ട് ഇതിന്റെ മാസപ്പടി സ്ത്രീയെ കെട്ടണതിന് മുന്നേ ലേഡി ഡോക്ടറെ മുഹമ്മദ് റിയാസ് ഉപദ്രവിച്ചു, ടോർച്ചർ ചെയ്തു, വലിയ ടോർച്ചർ. അവര് പറഞ്ഞതാണ്, എന്നെ കുനിച്ച് നിർത്തി ഭിത്തിയിൽ വെച്ച് നാഭിക്ക് ഇടിച്ചു. ആ ഡോക്ടർ കമ്മിറ്റ് ചെയ്തതാണ്. ഇവന്റെ ഭാര്യയായിരുന്ന സ്ത്രീ. ഇവനില്ല സ്ത്രീക്ക് കുട്ടികളുണ്ട്. അപ്പൊ അതിനെന്തേ കേസെടുത്തില്ല? രാഹുൽ മാങ്കൂട്ടത്തിൽ അവര് പറഞ്ഞു എനിക്കത് നശിപ്പിക്കണം, എന്നെ ഉപദ്രവിക്കാനാണോ എന്ന് ചോദിച്ചപ്പോ അല്ല, അതിനല്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. അപ്പൊ ഇവന് മുഹമ്മദ് റിയാസ് ഇങ്ങനെ ഇടിച്ചതും 50 രൂപയ്ക്ക് പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞതും ആ ലേഡി ഡോക്ടറെ ടോർച്ചർ ചെയ്യണതും അവര് കമ്മിറ്റി പ്ലാറ്റ്ഫോമിൽ ഉള്ളപ്പോൾ അതൊക്കെ നള്ളിഫൈ ചെയ്തോ? പിന്നെ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊച്ചു ചെക്കന്റെ തലയിൽ കയറി ഇരിക്കാൻ നീ വരുന്നോ? ഞങ്ങൾ വിടില്ല കേട്ടോ. കേരളം നോക്കിക്കോ, 6 മാസം നിന്നെ ഞങ്ങൾ സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പരനാര വിജയൻ മുഹമ്മദ് റിയാസിനെ ആദ്യം അറസ്റ്റ് ചെയ്യും. അവന്റെ ഭാര്യ ചുവരിൽ ചേർത്ത് നിർത്തി നാഭിക്ക് ഇടിച്ചില്ലേ? ആ ഡോക്ടർ കമ്മിറ്റ് ചെയ്തുണ്ട്, അവൈലബിൾ ഇൻ പ്ലാറ്റ്ഫോം. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.